എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖന ഭാഗത്തിലെ വിശുദ്ധ പൗലോസിലെ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വളരെ മനോഹരമായിട്ടുള്ള വചനങ്ങളാണ് അതിലുള്ളത്. യേശുവിനോട് കൂടെ ഒന്നായി കാണപ്പെടാനുള്ള ഒരു ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് പൗലോസിലെ പറയുകയാണ്, ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പൗലോസിയുടെ ഈ വചനത്തെ പറ്റി. ആരാണ് ഈ എഴുതുന്നത്? പൗലോസിലെയാണ് ഇത് എഴുതുന്നത്. അതായത് വിശ്വാസ ജീവിതത്തിലെ നമ്മുടെ നെടുന്തൂണുകളില് ഒരാളായിട്ടുള്ള പൗലോസിലെ ഇപ്രകാരം പറയുകയാണ്, ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് വളരെ അഗാധമായിട്ടുള്ള ഒരു എളിമയിൽ നിന്നേ ഇപ്രകാരം എഴുതാനായിട്ട് പൗലോസിന് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതായത് നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ അത്യാവശ്യം നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ എത്തിയാൽ, ഒരു പക്ഷേ എന്തെങ്കിലും വെളിപാടുകളോ ദർശനങ്ങളോ ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥ എത്തിയാൽ ഞാൻ എല്ലാമായി അല്ലെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായി എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മളെ ചിലർക്കൊക്കെ വരാറുണ്ട്. അത് വലിയൊരു അഹങ്കാരത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണെന്ന് നമുക്കറിയാം. എന്നാൽ പൗലോസിലെ പറയുകയാണ്, ഇത്രയേറെ ദർശനങ്ങളും ഇത്രയേറെ വെളിപാടുകളും ഇത്രയേറെ ദൈവത്തിൻ്റെതായിട്ടുള്ള ചിന്തകളും എല്ലാം അറിയുന്ന ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള പൗലോസിലെ പറയുകയാണ്, എനിക്കിത് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ഇനിയും പ്രയത്നിക്കുകയാണെന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് പൗലോസിലെ. പൗലോസിലെ പറയുകയാണ്, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൽ നിലനിൽക്കാനായിട്ട്, ദൈവത്തിന്റെ സ്വന്തമാകാനായിട്ട്, ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് എപ്പോഴും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഞാനിത് നേടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ പറഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കാനായിട്ട് പാടില്ല. ഓരോ സമയവും നമ്മൾ നിരന്തരമായിട്ട് അധ്വാനിക്കണമെന്ന് പൗലോസിലെ നമ്മളോട് പറയുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പൗലോസിലെ പറയുന്ന രീതിയിൽ അധ്വാനിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.